50 വയസ്സിലും 60 വയസ്സിലും ഒക്കെ കണ്ടുവന്നിരുന്ന നര ഇപ്പോൾ 15 20 ഒക്കെ വയസ്സാകുമ്പോൾ തന്നെ കണ്ടുവരാറുണ്ട്. അകാല നര കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മുടിയുടെ വേര് മുതൽ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടാണ് കേട്ടോ ഇത്. മുടി കൊഴിച്ചിൽ ഉള്ളവർക്കും അത് പൂർണ്ണമായി മാറ്റിയെടുത്ത് മുടി നല്ലപോലെ വളർത്തിയെടുക്കാനും ഈ ഒരു പൊടിയുടെ കൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല ഹെയർ ഡൈകളും എണ്ണകളും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും കിടിലൻ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ അളവ് ഉലുവയും അതുപോലെ 1 സ്പൂൺ അളവ് കരിഞ്ജീരകവുമാണ്. ഇനി ഇതിനകത്തേക്ക് 2 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലനീരിറക്കം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് കുരുമുളക് 2 3 എണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധൈര്യമായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഈ കൂട്ട് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു കളറിലേക്ക് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ച് പൗഡർ ആക്കി എടുക്കണം. ഇതുപോലെ ഇവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ജാറോ സ്റ്റീലിൻ്റെ പാത്രമോ എടുക്കുക. ഇത് വെയിലത്ത് വെച്ചെടുക്കേണ്ടതായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിലൊക്കെ അധികവും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ട നല്ല ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 2 വിധത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വീഡിയോയിൽ പറയാം. അകാല നര തടയുന്നതിന് വേണ്ടി കുട്ടികൾക്കും നമുക്കിത് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നെല്ലിക്ക ഉണക്കി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കുപ്പിയിൽ 1/4 ഭാഗം അളവ് മാത്രമേ പൊടിയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടുകെണ്ണയാണ്. ഇത്രയും പൊടിക്ക് 1/2 കുപ്പി എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ പൊടി ഇട്ടിരിക്കുന്ന ബോട്ടിലേക്ക് 1/2 കുപ്പി അളവ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ട് കടുകെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിൽ ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ അളവ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുകെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊന്നും തയ്യാറാക്കി വെക്കാൻ ടൈം ഇല്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും ആ രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ്. അകാല നര തടയുന്നതിനും മുടി വളർച്ചയ്ക്കും താരൻ്റെയൊക്കെ ശല്യം കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയും ഈ പൊടിയും കൂടി ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 3 ദിവസത്തോളം ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസം വെയിലത്ത് വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ കളറ് നല്ലപോലെ ചേഞ്ചായി നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതാണ് കേട്ടോ. 1-2 ദിവസം വെച്ചിട്ടെങ്കിലും ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. മാക്സിമം ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഇത് തേച്ചിട്ട് തലയിൽ പിടിപ്പിക്കണം. അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. വാഷ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ താളിയോ ചെറുപയർ പൊടിയോ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. ഇത് നല്ലപോലെ ബ്ലാക്ക് കളറിൽ ഈ ഓയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഓയിലാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലിന് നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. തലയോട്ടിയിലും ഒക്കെ മുടി നല്ല വേര് മുതൽ കറുത്ത് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഓയിൽ തീർന്നു വരുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടിക്കും നല്ല ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു രീതിയിലേക്ക് പൊടി നല്ല തിക്കായിട്ട് ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നരയുള്ള ഭാഗത്ത് അങ്ങനെ തന്നെ വിടുക. അത് ഉണങ്ങിയതിന് ശേഷം ഒരു ചീപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നരച്ച മുടിയൊന്നും പുറത്തേക്ക് കാണുകയില്ല. പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞാൽ മതി, പെട്ടെന്ന് പോകും. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു എണ്ണയാണിത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഡൈ ഒന്നും ചെയ്യാതെ മുടി പെട്ടെന്ന് കറുപ്പിച്ചിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇത് നീലയമരിയിലും ഹെന്നയിലും മിക്സ് ചെയ്തിട്ടും തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടും.
ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.